നമസ്കാരം. SV ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ആ വളരെ പ്രധാനപ്പെട്ട ആ ചോദ്യം ഇതാണ്: മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണോ? നിങ്ങൾക്കറിയാവുന്ന മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണോ? എനിക്ക് അറിയാവുന്ന മുസ്ലിം ലീഗിന് ഒരു കാലഘട്ടം വരെ ഒരു മതേതര പരിവേഷമുണ്ടായിരുന്നു, CH ഒക്കെ ഉള്ള കാലം. ഇപ്പോൾ നമുക്കറിയാം, ആ മതേതരത്വത്തിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന 3-4 നേതാക്കന്മാരെങ്കിലും മുസ്ലിം ലീഗിൽ ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് വളരെ വിരലിലെണ്ണാവുന്ന മാത്രമുള്ള നേതാക്കന്മാർ മാത്രമാണ് ഇപ്പോൾ ആകെ മുസ്ലിം ലീഗിലുള്ളത്. അതായത് മതേതര പരിവേഷത്തോടു കൂടി നിൽക്കുന്നത്. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് നമ്മൾ പറയുന്ന പോലെ അതേ ഒരു മതേതര വിശ്വാസിയാണ്. കാര്യം കേരളത്തിൽ ഒരു പക്ഷേ മുസ്ലിം എന്നുള്ള പേര് വെച്ചുകൊണ്ട് ഒരു പാർട്ടി പ്രവർത്തിക്കുന്നത് മതനിരപേക്ഷമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല എങ്കിൽ തന്നെയും അത് മതനിരപേക്ഷ സ്വഭാവത്തോടു കൂടി നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉള്ളതുകൊണ്ടാണ്. അതുപോലെ സാദിഖ് അലി തങ്ങൾ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ KM മുനീർ നിൽക്കുന്നുണ്ട്. ഇവരെല്ലാം ഒരു മതനിരപേക്ഷ മുഖങ്ങളാണ് ലീഗിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അതിനും അപ്പുറത്തേക്ക് നമ്മൾ കടന്നു ചിന്തിക്കുമ്പോൾ ചില നേതാക്കന്മാരുണ്ട്, KM ഷാജിയെ പോലുള്ള ആളുകൾ. ആ KM ഷാജിയെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ PMA സലാം തുടങ്ങിയ PMA സലാമൊക്കെ ഇങ്ങനെ അതിലേക്ക് മതേതര ഭാവം അഴിച്ചു വെച്ച് മറ്റൊന്നിലേക്ക് കടന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ പറയേണ്ടി വരും. അപ്പം ആ ഒരു അവസ്ഥയിലൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എവിടെയാണ് ഈ പറയുന്ന ലീഗിന് മതേതരത്വം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരു മുഖമുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാതെ പോകുന്ന ചില വസ്തുത അതാണ്. ഇപ്പം KM ഷാജി പറയുന്നതെല്ലാം മതമാണ്. KM ഷാജി മതം വിട്ടൊരു കളിയില്ല. അതായത് ഈ പറയുന്ന ലീഗ് അധികാരത്തിൽ വരണം, അതായത് UDF അധികാരത്തിൽ വരണം, UDF അധികാരത്തിൽ വരുന്നതോടുകൂടി ലീഗ് അധികാരത്തിലേക്ക് വരണം. ലീഗ് അധികാരത്തിൽ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മുസ്ലിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പച്ചയ്ക്ക് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ KM ഷാജി. അതോടൊപ്പം തന്നെ ലീഗ് വിട്ട് പുറത്തേക്ക് പോകുന്നവർ മതത്തിൽ നിന്ന് പുറത്താകുന്നവരാണ്. അങ്ങനെയാണോ ലീഗിനെ നമ്മൾ കാണുന്നത്? എങ്ങനെയാണ് മതത്തിൽ നിന്ന് പുറത്തേക്കാവുന്നത്? ലീഗ് വിട്ട് പുറത്തേക്കാവുന്നവർ മതത്തിൽ നിന്ന് പുറത്താവുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന മതേതരത്വം എന്ന് പറയുന്ന ഒരു ആശയത്തോടു കൂടി ഒട്ടും നീതി പുലർത്താത്ത പ്രവർത്തന രീതിയാണ് ലീഗ് കൊണ്ടുവരുന്നത്. സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഒരു കപട മതനിരപേക്ഷതയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും മുസ്ലിം ലീഗ് പ്രവർത്തിച്ചു വരുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ കാലാകാലങ്ങളായി മുസ്ലിം ലീഗ് അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. ഏതൊരു കാര്യം എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും ഇതുവരെ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗിൻ്റെ ഏതൊരു നടപടികൾ എടുത്തു വെച്ച് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെയാണ്. നമുക്ക് മലപ്പുറം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വിവാദം എന്താണ്? മലപ്പുറം വിഷയവുമായി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന സാഹചര്യത്തിൽ അവിടെയും അവർ കണ്ടത് മതത്തെ തന്നെയാണ്. ഒരു മതത്തെ അവഹേളിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്, ഒരു സ്ഥലത്തെ അവഹേളിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് ലീഗാണ് ഏറ്റവും കൂടുതൽ ഉയർത്തിക്കൊണ്ട് വന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് നമുക്കറിയാം. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് അടുത്ത വശത്തേക്ക് നമ്മൾ പോയി നോക്കിക്കേ, എന്താണ് ലീഗ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടെ മതേതരത്വം വിളമ്പിക്കൊണ്ടിരിക്കുകയാണോ ലീഗ് ചെയ്യുന്നത്? അല്ല, ഇവിടെ ഇപ്പോൾ കുട പിടിച്ചു കൊടുക്കുകയാണ്. SDPAയും ജമാഅത്തെ ഇസ്ലാമിയും അടക്കമുള്ള ഈ പറയുന്ന മതരാഷ്ട്ര ആളുകൾ അല്ലെ മതരാഷ്ട്ര സംഘടനകൾ UDFനോട് അടുപ്പം കൂടുമ്പോൾ അതിനോട് നോ പറയേണ്ട ഒരു ബോധ്യമുള്ളവരാണ് ശരിക്കും മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ. അവരങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. കാരണം എന്താണ് SDPAയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ചിന്താഗതി എന്നും അവർ ഏത് ആശയത്തിൻ്റെ പിൻപറ്റിക്കൊണ്ടാണ് അവർ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമായ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് സ്വന്തം പ്രവർത്തകരെയും കേരളത്തിലെ ജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ ചുമതലപ്പെട്ടവരാണ് മുസ്ലിം ലീഗുകാർ. അങ്ങനെ ഒന്നുകൂടി മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിലുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കാന്തപുരം തന്നെ വ്യക്തമായി കഴിഞ്ഞു, നിങ്ങൾ ഒരു കാരണവശാൽ ഇതിലേക്ക് പോകരുത്, ലീഗ് ഇവരെ കൂട്ടുകൂടരുത്, അതായത് ജമാഅത്തെ ഇസ്ലാമിക്ക് കൂട്ടു നിൽക്കരുത്. നിന്നാൽ അത് ജമാഅത്തെ ഇസ്ലാമി വന്ന് ഇതിനകത്തേക്ക് നുഴഞ്ഞു കയറുകയും തദ്വാര ഈ ലീഗിനെ തകർക്കുകയും ചെയ്യും എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ആ കാന്തപുരത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെ ഈ SDPAയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും കൂട്ടുകെട്ടിനെ അവരും കൂടി ആഗ്രഹിക്കുന്നു. അപ്പോൾ അവിടെയാണ് ലീഗിൻ്റെ മതേതര മുഖം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. ഈ SDPAക്കാരെയും ലീഗ് ഈ പറയുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് KM ഷാജി അടക്കമുള്ളവരാണ്. ഒരു പക്ഷേ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആണെങ്കിലും നമ്മുടെ സാദിഖ് അലി തങ്ങളാണെങ്കിലും എനിക്ക് തോന്നിയ ചില കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ UDFൻ്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നിലപാടെടുത്തേ മതിയാകൂ എന്ന് ചിന്തിക്കുന്നുകൊണ്ടായിരിക്കാം.
കാര്യം നമുക്കറിയാം, ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലും ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു, വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. ആ കാലത്ത് തന്നെ ഈ ഉമ്മൻചാണ്ടി പറഞ്ഞതാണ് അവർ മതരാഷ്ട്രവാദികളാണ്. PV നരസിംഹറാവു ഇവരെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് ഇതിൻ്റെ ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം അവരെ നിരോധിച്ചാണ് PV നരസിംഹറാവു സർക്കാർ. അപ്പം ഇങ്ങനെ തുടങ്ങിയ വിഷയങ്ങൾ ഉള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ബോധ്യമുള്ളവരാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബും മുനീർ സാഹിബും ഒക്കെ. എന്തുകൊണ്ടാണ് UDFിൻ്റെ പ്രധാനപ്പെട്ട കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയാതെ പോയത് എന്നൊരു വലിയ ചോദ്യമുണ്ട് അവിടെ. അത് ലീഗല്ലേ തിരുത്തേണ്ടത്. ഇതുമൂലം ഉണ്ടാകുന്ന ദോഷം ലീഗിന് കൂടി ഉണ്ടാകും. അതായത് മതനിരപേക്ഷത എന്ന് പറയുന്നതിനെ ഉയർത്തിപ്പിടിക്കാനാണ് ലീഗ് ആഗ്രഹിക്കുന്നതെങ്കിൽ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണയോ സാന്നിധ്യത്തെയോ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കേണ്ടവരാണ് ശരിക്കും മുസ്ലിം ലീഗുകാർ. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് അതിന് നിൽക്കാത്തത്? എന്തുകൊണ്ടാണ്? അതിനുള്ള മറുപടിയല്ലേ പിന്നെ ശരിക്കും ലീഗുകാർ പറയേണ്ടത്? ഞങ്ങൾ അതിനെ എതിർക്കാൻ തയ്യാറാണ്, കാരണം അവർ മതരാഷ്ട്രവാദികളാണ് എന്ന് പച്ചയ്ക്ക് പറയാൻ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന് കഴിയാതെ പോകുന്നത്? ഒരു ന്യൂനപക്ഷ മുഖമാണ് വേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൻ്റെ ഒരു പിന്തുണയാണ് വേണ്ടതെങ്കിൽ ഇവിടെ ആവശ്യത്തിലധികം പിന്തുണ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് UDFിന് ഉണ്ടാകുന്നത് മാത്രമല്ല ആവശ്യത്തിൽ കൂടുതൽ പ്രാധാന്യവും ഉണ്ടാകുന്നുണ്ട്. എന്ത് തന്നെ പറഞ്ഞിരുന്നാലും ഇപ്പൊ പറയുന്ന പോലെ 30 സീറ്റ് എന്ന് പറയുന്ന ഒരു ആവശ്യം ലീഗ് മുന്നോട്ട് വെച്ചിരുന്നാലും ശരി, അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ കോൺഗ്രസ് ബാധ്യസ്ഥരാണെന്നേ. കോൺഗ്രസിന് അതിന് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. കാര്യം UDFിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായി നിൽക്കുന്ന ഒന്നാണ് മുസ്ലിം ലീഗ്. ഇത് മാത്രമല്ല, മുസ്ലിം ലീഗ് ഇതിനു മുമ്പ് LDFുമായി പങ്കുചേർന്ന് പ്രവർത്തിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ ചരിത്രപരമായ പശ്ചാത്തലം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴും ലീഗ് ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട മുഖമായി തന്നെ നിലനിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് എന്നുള്ളത് വസ്തുതയാണ്. അത് മറന്നുകൊണ്ട് ഈ പറയുന്ന മുനീർ സാഹിബ് ആണെങ്കിലും ഈ പറയുന്ന നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആണെങ്കിലും സാദിഖ് അലി തങ്ങളാണെങ്കിലും ഈ മറന്നുകൊണ്ടുള്ള പ്രവർത്തനമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ലീഗിനെ തകർക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ലീഗിലേക്ക് വന്നു ചേരുന്ന, അല്ലെങ്കിൽ ഒരു UDFിൻ്റെ സ്ഥാനാർത്ഥിയിലേക്ക് വന്നു ചേരുന്ന വോട്ടുകൾ പലതും മുസ്ലിം ലീഗിൻ്റെത് മാത്രമല്ല എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലേക്ക് ഹിന്ദു വോട്ടുകൾ കൂടി വന്നു ചേരുന്നുണ്ട്. UDF പ്രവർത്തകർക്കിടയിൽ അല്ലെ കോൺഗ്രസിൻ്റെ വോട്ടുകൾ കൂടി ഈ ലീഗ് നേതാവിലേക്ക്, ലീഗിൻ്റെ സ്ഥാനാർത്ഥിയിലേക്ക് വന്നു ചേരുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത എന്തുകൊണ്ടാണ് ഈ ലീഗ് മറന്നു പോകുന്നത്? അപ്പോൾ ലീഗിന് ഉണ്ടായിരിക്കേണ്ടത് എന്താണ്? ലീഗിന് മതേതര മുഖം ഉണ്ടാകണം. ആ മതേതര മുഖം കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ കാത്തു സൂക്ഷിച്ചത് അതുപോലെ തന്നെ ഇനിയും കാത്തു സൂക്ഷിക്കാൻ ലീഗിന് കഴിയണം. ഇല്ല, ഞങ്ങൾക്ക് മതേതരത്വം എന്ന് പറയുന്ന ഒരു ആശയത്തിൽ ഞങ്ങൾ പിൻപറ്റി നിൽക്കുന്നവരാണെന്നും അതിലേക്ക് മതരാഷ്ട്രവാദം ഉന്നയിച്ചുകൊണ്ട് അവർ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. ഞങ്ങൾ മതരാഷ്ട്രവാദികളാണ് എന്നൊരു 1000 ആവർത്തി അവർ തന്നെ ആണയിട്ട് പറഞ്ഞാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ മതേതരന്മാരായ ഏത് കാലത്തും നിലനിൽക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള ഒരു ബാധ്യത മുസ്ലിം ലീഗിനില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇതിനകത്തിരിക്കുന്ന ലീഗിനകത്തുള്ളവർ മുനീർ സാഹിബ് ആണെങ്കിലും കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആണെങ്കിലും അതോടൊപ്പം തന്നെ അബ്ദുറബോ ബഷീറോ അങ്ങനെ തുടങ്ങിയ ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഈ നേതാക്കന്മാരെല്ലാവരും തന്നെ മന്ത്രിസ്ഥാനത്തിരുന്നവരാണ് എന്നുള്ള കാര്യവും മറന്നു പോകരുത്. ഇപ്പം സർക്കാരിനെ വിമർശിക്കാം, ഈ പറയുന്ന പിണറായി വിജയനെ വിമർശിക്കാം, അതല്ലെങ്കിൽ സജി ചെറിയാനെ വിമർശിക്കാം, മറ്റേത് മന്ത്രിയെ വേണമെങ്കിലും നിങ്ങൾക്ക് രാഷ്ട്രീയപരമായി ആശയപരമായി വിമർശിക്കാനുള്ള എല്ലാ അധികാരവും മുസ്ലിം ലീഗിനുണ്ട്. എന്നാൽ മറിച്ച് നിന്നുകൊണ്ട് ഒരു മതത്തിൻ്റെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് മതപരമായി നിന്നുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു വിമർശനം സാധ്യമല്ല എന്നുള്ള കാര്യം കൂടി മുസ്ലിം ലീഗിലെ പ്രിയപ്പെട്ട നേതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ അത് തിരിച്ചറിയപ്പെടാതെ UDFിന് പിന്നാലെ വാലാട്ടി നടക്കുന്ന തീർത്തും ഒരു രാഷ്ട്രീയ പ്രാധാന്യമില്ലാത്ത ഒരു സംഘടന എന്നുള്ള നിലയിൽ ലീഗ് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വേദനാജനകമായ കാഴ്ച. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ വാക്കുകൾ പോലും കേൾക്കാതെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ ഉൾക്കൊള്ളാനെടുത്ത ആ തീരുമാനം ചരിത്രപരമായ തെറ്റാണെന്ന് തന്നെ പറയേണ്ടി വരും. ചരിത്രപരമായ തെറ്റ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ലീഗിന് മതേതര മുഖം നഷ്ടപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന അത്രയും മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന KM ഷാജിക്ക് ഇത്തവണ സീറ്റ് കൊടുക്കാനും തീരുമാനിച്ചു. അത് ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങൾ മാത്രമാണ് എങ്കിൽ തന്നെയും അതിനകത്ത് എന്തുകൊണ്ടാണ് ഒരു ലീഗിലെ നേതാക്കന്മാർ ആരെങ്കിലും KM ഷാജിയോട് പറഞ്ഞോ മതമല്ല നമ്മുടെ പ്രശ്നം രാഷ്ട്രീയമാണ് എന്ന് എപ്പോഴെങ്കിലും കുഞ്ഞാലിക്കുട്ടി സാഹിബോ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നീ അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് KM ഷാജിയോട് ഒരു ഘട്ടത്തിലെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നുണ്ടോ?
ലീഗിൽ നിന്ന് പുറത്തു പോകുന്നവർ മതത്തിൽ നിന്ന് പുറത്തു പോകുന്നവരാണെന്ന് പറയാൻ എന്ത് അധികാരമാണ് ശരിക്കും ഈ പറയുന്ന KM ഷാജിക്കുള്ളത് എന്ന് എപ്പോഴെങ്കിലും കുഞ്ഞാലിക്കുട്ടി സാഹിബോ KM മുനീറോ സാദിഖ് അലി ശിഹാബ് തങ്ങളോ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് ആ ചോദ്യം ഉണ്ടാകാതെ പോയത്? അപ്പോൾ അതിൻ്റെ അർത്ഥം ബേസിക്കായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന മുസ്ലിം ലീഗും മതനിരപേക്ഷമായ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ നിന്നും മാറി നിന്നുകൊണ്ട് വീണ്ടും ഒരു വർഗീയ ചായ്വിലേക്ക് നീങ്ങി പോകുന്നില്ലേ എന്നൊരു സംശയം പൊതുവിൽ ഉയരുന്നുണ്ട്. അത് ലീഗിന് ക്ഷീണമാണ്. ഇനി ലീഗിന് ക്ഷീണമുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും കൂടെ കൂട്ടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, തെക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് പടർന്ന് പന്തലിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. പക്ഷേ അവിടങ്ങളിലേക്ക് സ്ഥാനാർത്ഥികൾ എത്തുകയും അവിടെ മുസ്ലിം ലീഗ് കൃത്യമായി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് പല ഘട്ടങ്ങളിലും പലരും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും പരാമർശിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ലീഗ് ഇല്ലാത്തിടങ്ങളിൽ ആ പറയുന്ന മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം അവിടെ SDPയെ പോലെയും അതോടൊപ്പം തന്നെ മറ്റ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാം വെൽഫെയർ പാർട്ടിയെ പോലുള്ളവരിലേക്കും അവിടുത്തെ വോട്ടുകൾ ഏകീകരിക്കപ്പെടുന്നു, ന്യൂനപക്ഷ വോട്ടുകൾ. അത് തടയപ്പെടേണ്ട ഒന്നാണ്. അത് ഭീകരമായ മറ്റൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു കാര്യമല്ലേ? എന്നിട്ട് എന്തുകൊണ്ടാണ് ലീഗിനെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് UDFൽ നിന്നും കൂടുതൽ സീറ്റുകൾ തെക്കൻ കേരളത്തിൽ കൂടെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമ്മർദ്ദം ചെലുത്താത്തത്? മലപ്പുറം ജില്ല മാത്രം മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ മലബാർ മേഖലകളിൽ മാത്രം ലീഗ് വളർന്നാൽ മതിയോ? പോരാ. അതിനും അപ്പുറത്തേക്ക് തെക്കൻ കേരളത്തിൽ കൂടി ഇതിനൊരു വേരോട്ടം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഒരു സംഘടന നമ്മുടെ രാജ്യത്ത് നിരോധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ അതിതീവ്ര അല്ലെങ്കിൽ മതതീവ്രവാദത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കിടന്ന ഒരു സംഘം പ്രവർത്തകരുണ്ട്. ആ പ്രവർത്തകർ എവിടെ പോയി എന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ PFI എന്ന് പറയുന്ന സംഘടന മാത്രമേ നിരോധിക്കപ്പെട്ടിട്ടുള്ളൂ. അതിൽ പ്രവർത്തിച്ച് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ഹൃദയത്തിൽ ചേർത്തുകൊണ്ട് നടന്ന നിരവധി പേര് ഇവിടെയുണ്ട്. അവരെല്ലാം ചേക്കേറിയത് ഒരിക്കലും മുസ്ലിം ലീഗിലേക്ക് ആയിരുന്നില്ല എന്നുള്ള വസ്തുതയും ലീഗിലെ പ്രധാനികൾ മനസ്സിലാക്കണം. അവർ ചേർന്നത് പലപ്പോഴും SDPയിലേക്കും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയിലേക്കും അവർ ചേക്കേറിയിരുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇത് രണ്ടും കണ്ടാമിനേറ്റഡ് ആയി, അതായത് മലിനീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. എല്ലാ ആശയങ്ങളിൽ നിന്നും വ്യതിചലിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഇവിടുത്തെ ജനാധിപത്യത്തിനും എതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘത്തിൻ്റെ പിടിയിലേക്ക് ന്യൂനപക്ഷങ്ങളെ കൊണ്ടെത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ അതിലേക്ക് ന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായി അവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെടുമ്പോൾ നഷ്ടപ്പെടുന്നത് മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യവും പ്രാതിനിധ്യവുമാണ് എന്നുള്ള കാര്യം ലീഗ് മറന്നുപോകുന്നു. അപ്പോൾ സ്വാഭാവികമായി തെക്കൻ കേരളത്തിൽ കൂടി ലീഗിന് വേരോട്ടം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ ലീഗ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ഈ കടന്നുകയറ്റങ്ങളെ അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ, ജനാധിപത്യപരമായി പ്രതിരോധിക്കാനും മതേതരത്വ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനെ ഒഴിവാക്കി വിടാനുമുള്ള ഒരു സാധ്യതകൾ എങ്ങനെയാണ് എന്നുള്ളത് ആരായുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ ആലോചിച്ച് തീരുമാനിച്ചുറപ്പിക്കുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന മതത്തെക്കുറിച്ചും മതം കൊണ്ട് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില നേതാക്കന്മാരുണ്ട്, KM ഷാജിയെ പോലുള്ളവർ. ഒന്നുകിൽ അവരെ പറഞ്ഞ് തിരുത്തുക, അല്ലെങ്കിൽ ജനാധിപത്യ ക്രമത്തിലേക്ക് ഇത്തരക്കാരുടെ പേരുകൾ ഒരിക്കലും എഴുതി ചേർക്കപ്പെടാതിരിക്കാൻ കൂടി ലീഗ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ പുറത്തു നിന്ന് വരുന്ന വിമർശനങ്ങളെ ചെറുക്കാനും പുറത്തു നിന്നുള്ള വിമർശനങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കാനും ലീഗിന് നട്ടലുണ്ടാകൂ. അല്ലെങ്കിൽ എന്നും കുന്നും ഈ പറയുന്ന പോലെ UDF എന്ന് പറയുന്ന ഇറച്ചിക്കടയുടെ മുന്നിൽ പെറ്റുകിടക്കുന്ന, അല്ലെങ്കിൽ ഇറച്ചിക്കടയിലേക്ക് നോക്കിക്കിടക്കുന്ന നായയുടെ ഒരു സാധ്യത പോലും ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് കേരളത്തിൽ ഇല്ലാതെ പോകും എന്നുള്ള കാര്യം ലീഗിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകർ മനസ്സിലാക്കണം. അറ്റ്ലീസ്റ്റ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആണെങ്കിലും അതോടൊപ്പം നമ്മുടെ മുനീർ സാഹിബിന് അറിയാമല്ലോ. മുനീർ സാഹിബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ എല്ലാ വേദനകളെയും അതിജീവിച്ചുകൊണ്ട് വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്ന സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ നിങ്ങളെക്കുറിച്ച് വിളിച്ചന്വേഷിച്ചത് ഒരിക്കലും നിങ്ങൾ തന്നെ തുറന്നു പറഞ്ഞ കാര്യമാണ്, മുനീർ സാഹിബ് തന്നെ തുറന്നു പറഞ്ഞ കാര്യമാണ് ഇതെല്ലാം. ഈ മുസ്ലിം ലീഗിലെപ്പെട്ട ആളുകൾ മാത്രമായിരുന്നോ മുനീർ സാഹിബെ താങ്കൾക്ക് എങ്ങനെയുണ്ട് എന്ന് വിളിച്ചന്വേഷിച്ചത്? ഒരിക്കലും ആയിരുന്നില്ല. എല്ലാ മതത്തിലും പെട്ടവർ നിങ്ങളെ വിളിച്ചന്വേഷിച്ചിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ വിളിച്ചന്വേഷിച്ചിരുന്നു. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോലും മുനീർ സാഹിബിൻ്റെ ആരോഗ്യ വിവരം വിളിച്ചന്വേഷിച്ചിരുന്നു. അപ്പോൾ മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല മുനീറിൻ്റെ ആരോഗ്യ വിവരം അന്വേഷിച്ചുകൊണ്ട് വിളിച്ചത്. ഇവിടുത്തെ കേരളത്തിൻ്റെ മതേതര മൂല്യങ്ങൾ അനുസരിച്ചുകൊണ്ട് എല്ലാ മതത്തിലും പെട്ടവർ മുനീർ സാഹിബിൻ്റെ ആരോഗ്യ വിവരങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു.
അതെങ്കിലും മിനിമം ഈ പറയുന്ന മുനീർ സാഹിബ് ഓർക്കേണ്ടതുണ്ട് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.